അടുത്തതായി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം വീണ നയിക്കുന്ന ടീം റംബയെ. ടീം റംബ. ഹായ്. ഹായ്. മാർക്ക് അനാലിസിസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എനിവേസ് നമുക്ക് വീണയുടെ അടുത്തുനിന്ന് അറിയേണ്ട ചില കാര്യങ്ങൾ. ലീഡറാണ്. കഴിഞ്ഞ താരോത്സവം വരെ കണ്ടസ്റ്റന്റായി മാത്രം നിൽക്കുകയും ഇത്തവണ പെട്ടെന്ന് ലീഡറാവുകയും ചെയ്തപ്പോൾ പലർക്കും ഇവിടെ ഒരു അന്താളിപ്പുണ്ട്. പെട്ടെന്ന് കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യാനായിട്ട് പറ്റാതെ വരിക, അല്ലെങ്കിൽ എല്ലാം ഒരു കോർഡിനേഷന്റെ പ്രോബ്ലം. ആൻഡ് 2 പുതിയ മെമ്പേഴ്സിനാണ് ഇത്തവണ ടീമിന് കിട്ടിയത്. നിങ്ങളുടെ ഓവറോൾ ഒരു പെർഫോമൻസ് നിങ്ങളുടെ ടീമിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എങ്ങനെയാണ് വിലയിരുത്തുന്നത് ആസ് എ ലീഡർ? ഓവറോൾ പെർഫോമൻസ് എല്ലാം ഏകദേശം ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന രീതി ചെയ്തിട്ടുണ്ട്. ഇപ്പം ഡാൻസിന്റെ കാര്യത്തിലായാലും ഹയസ്റ്റ് മാർക്ക് 86, പിന്നെ 96 കിട്ടി. എൻഡോ സൽഫാൻ എന്ന് പറഞ്ഞ നമ്മുടെ തീം റൗണ്ടിൽ ചെയ്തത്. അതുപോലെ ഞങ്ങൾക്ക് എനിക്കിപ്പോൾ ഈ ഷോയിൽ വെച്ച് എനിക്കൊരു കാര്യം നമ്മുടെ ഇതിന്റെ ഡയറക്ടർ സെന്തിലേട്ടനോട് പറയാനുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇത്തവണത്തെ ഞങ്ങളുടെ പെർഫോമൻസിൽ മാർക്ക് കുറഞ്ഞിരിക്കുന്നത് 2 സോങ് ഐറ്റംസിനാണ്. എക്സാക്ട്ലി 70 താഴെ മാർക്ക് പോയിരിക്കുന്നത്. അതേ സമയത്ത് തന്നെ ഒരു പെർഫോമൻസിന് 77 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സെയിം തന്നെ. അപ്പോൾ ഈ ഷോയിൽ ഇപ്പോൾ ഒരു 4 പേരുണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഈ കാര്യം ആവശ്യപ്പെടില്ലായിരുന്നു. കാര്യം ഇതാണ്, മറ്റൊരു സിംഗർ ഞങ്ങളുടെ ടീമിലേക്ക് വരികയായിരുന്നെങ്കിൽ, അതൊരു അഹങ്കാരമായിട്ട് പറയുകയല്ല, പ്രേക്ഷകരാരും അങ്ങനെ കരുതരുത്. കാരണം ഒരു ഷോയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാനൊരു വളരെയധികം എല്ലാ ടൈപ്പ് ഓഫ് സോങ്സും പാടുന്ന ഒരു സിംഗർ ആയിരുന്നെങ്കിൽ, ഇപ്പം മഹാലക്ഷ്മി പാട്ട് പാടും, എല്ലാ ടൈപ്പ് ഓഫ് സോങ്ങും പാടാനുള്ള വോയിസ് ഓക്കെയാണ്. അപ്പം എനിക്കൊരു ചില പാട്ടുകൾ മാത്രമേ എന്നെ കൊണ്ട് പാടാൻ പറ്റൂ. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് എനിക്കൊരു മറ്റൊരു സിംഗറെ തരണമെന്ന് സെന്തിൽ സാറിനോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. മറ്റു ടീമുകൾ എങ്ങനെയാണ് അതിനെടുക്കാൻ അറിയില്ല. ഉള്ള സിന്ധു ചേച്ചി നല്ലൊരു സിംഗറാണ്. സിന്ധു ചേച്ചി നല്ലൊരു സിംഗറാണ്. സിന്ധു ചേച്ചി നല്ലൊരു സിംഗർ അല്ല എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷെ ഓരോരോ എല്ലാ പാട്ടുകളും എടുത്ത് പാടാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും സിന്ധു ചേച്ചിക്ക് പാടാൻ പറ്റില്ല. എല്ലാ ടീമിലും അങ്ങനെ ഉണ്ടല്ലോ, എല്ലാ പാട്ടും എല്ലാവർക്കും പാടാൻ പറ്റില്ല. പക്ഷെ ഒരു കോമ്പറ്റീഷൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് എന്റെ ടീമിന്റെ ആവശ്യമാണ്. വേണം എനിക്കൊന്ന് സംസാരിക്കാൻ തരുമോ? ഞാനൊരു സിംഗറായിട്ടല്ല ഇവിടെ വന്നിട്ട്, ഒരിക്കലും ഞാനൊരു സിംഗറല്ല. ഞാനൊരു ആർട്ടിസ്റ്റായിട്ട് ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ്. തീർച്ചയായും ഞാനൊരു ക്ലാസിക്കൽ ഡാൻസറുമാണ്. ഞാനിവിടെ വിളിക്കുമ്പോഴും എന്നെ ഇവിടെ ഈ പ്രോഗ്രാമിലേക്ക് വിളിക്കുമ്പോൾ ശരിക്കും എന്നോട് ചോദിച്ചത് പണ്ടത്തെ ഡാൻസ് ഒക്കെ ഇപ്പോഴും ഉണ്ടെന്ന് ചോദിച്ചിട്ടുള്ളൂ. പാട്ടിനെ പറ്റി സംസാരിച്ചിട്ടേ ഇല്ല. എന്നെ ഇവിടെ വന്നിട്ട് വീണ പറഞ്ഞു സിംഗറായിട്ട് ഞാൻ ഇട്ടിരിക്കണം എന്ന് പറഞ്ഞു. അത് സെന്തിലേട്ടൻ എനിക്ക് സിംഗറായിട്ടാണ് തന്നത്. അല്ല, അത് വീണ ചോദിച്ചിട്ടാണ് സെന്തിലേട്ടൻ തന്നത്. വീണയാണ് ചോദിച്ചത് എനിക്ക് സിംഗറായിട്ട് സിന്ധു ചേച്ചിയെ തരുമോ എന്ന് ചോദിച്ചത്. പക്ഷെ അത് ഞാൻ അറിയണില്ല. അല്ല, ആ ഒരു സംഭവം സംഭവിച്ചു. അല്ല, ഞാൻ ഇപ്പോ ഒരു വഴക്കിനോ അങ്ങനെ രീതിയിലേക്ക് എനിക്ക് പറയാനുള്ള ഒരു സമയം അത്രേ ഉള്ളൂ. ഞാൻ സിംഗറായിട്ട് ചോദിച്ചോ ഇല്ലേ, അതല്ല ഇവിടുത്തെ പ്രോബ്ലം. അതല്ല, ഞാനിപ്പോ ചോദിച്ചത് ചേച്ചിയോട്. ഞാൻ നമ്മുടെ ഇതിന് വരുന്ന സമയത്ത് ഞാൻ ചേച്ചിയോട് ചോദിച്ചപ്പോ ചേച്ചി പാട്ട് പാടും, ഡാൻസ് പാടും ഞാൻ പറഞ്ഞിട്ടില്ല. ഒരിക്കലും ഞാൻ ക്ലാസിക്കൽ ഒരിക്കലും എന്റെ ടീമില് എല്ലാവർക്കും സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യന് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. വീണ, ഞാനൊന്ന് ഇടപെട്ടോട്ടെ. ഇതിന്റെ അകത്ത് നമ്മൾ നിങ്ങളുടെ ഞാൻ വേറൊരു ടീമിന്റെ അംബാസഡറാണ്. എനിക്കൊന്ന് കുറച്ച് നിഷ്പക്ഷമായിട്ട് ഇന്റർഫിയർ ചെയ്യാം എന്നുള്ളതുകൊണ്ടാണ്. ഇതിന്റെ അകത്ത് സിന്ധുന്റെ ചില പാട്ടുകൾ സിന്ധു നന്നായി പാടി, ചില പാട്ടിലാണ് പ്രോബ്ലം വന്നത്. അപ്പൊ അതിന്റെ അകത്ത് ഞാൻ വീണയെ കുറ്റപ്പെടുത്തുന്നതല്ല, ആസ് എ ലീഡർ നമുക്ക് ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അപ്പൊ സിന്ധുവിന് കംഫർട്ട് ആയിട്ടുള്ള ഒരു സോങ് സെലക്ട് ചെയ്ത് കൊടുക്കാമായിരുന്നു. ശ്രേയ ഘോഷാലിന്റെ നാഷണൽ അവാർഡ് കിട്ടിയ പാട്ട് സിന്ധു പാടുമ്പോൾ തീർച്ചയായിട്ടും അത് താഴേക്ക് പോകുമായിരുന്നു. അത് ഗായത്രി എനിക്കിവിടെ പറയാനുണ്ട്. ആ പാട്ട് എനിക്ക് പാടാൻ പറ്റില്ല എന്ന 100% ഞാൻ വീണയോട് പറയുമ്പോൾ വീണ എന്നോട് പറയണം, ഞാൻ ലീഡർ ചേച്ചി ഇത് ഞാൻ പറയണ പാട്ട് പാടിയിരിക്കണം. അതാണ് ഇവിടുത്തെ ആ ഒരു രീതിയിലാണ് എന്നോട് ബിഹേവ് ചെയ്തത്.
ഇത്തരം ഒരു നിലപാട് എത്രത്തോളം ശരിയാവും എന്നാണ്. കാരണം നമ്മുടെ കൂടൊപ്പം വരുന്നത് അതിപ്പോ ഈ പറഞ്ഞ പോലെ പലരും പലതരത്തിലുള്ള ടാലന്റ് ഉള്ളവരായിരിക്കും. നമുക്കൊരു ടീം വരുമ്പോൾ ആ ടീമിലുള്ളവരെ മാക്സിമം നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ടീമിന് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയ 96 മാർക്ക് കിട്ടിയത് ഒരു സോളോ സോങ് റൗണ്ട് ആണ്. 96 മാർക്ക് അത് പാടിയത് സിന്ധു ആയിരുന്നു. സോറി സെന്തിലേട്ടാ, എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഇത് കോമ്പറ്റീഷൻ ആണ്. വീണ ഞാൻ പറയുന്നത് കേൾക്കൂ. ഇതിവിടെ പറയരുത്, അങ്ങനെ പറയാൻ ഇങ്ങനൊരു സംഭവം എനിക്കത് പറയുന്നത് ഇങ്ങനെ റിയാക്ട് ചെയ്യുള്ളൂ. എനിക്കത് ഉള്ള കാര്യം ഞാൻ പറയണം. പറഞ്ഞു ചേച്ചി നിങ്ങൾ നല്ലപോലെ പറയുകയും അപ്പം എൻ്റെ ഒരു സപ്പോർട്ട് വിളിച്ചു പറഞ്ഞതാണ്. അറിയാം, എന്നോട് പറഞ്ഞ വാക്കെന്തറിയാം, ആദ്യം ഫോൺ വിളിച്ചു ചേച്ചി എനിക്ക് ഇത്തവണ ഫസ്റ്റ് അപ്പൊ അത് ചേച്ചി ഒരു തടസ്സമാണ്. അറിയാം, ഞാനും അനിലേയും ചേർത്ത് കൂടെ തീരുമാനമെടുത്തത് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അപ്പൊ അത് അവരുടെ മനസ്സിൽ തന്നെ വന്ന സാധനമാണ്. അതുകൊണ്ട് ആർക്കാണെങ്കിലും ഉണ്ടാവുമായിരിക്കും. അത് സത്യം. നിങ്ങൾ ഇത്രയും പേര് എൻ്റെ കൂടെ ഉള്ളത് എനിക്ക് ഭയങ്കര ആശ്വാസം. ഇതിന് മുമ്പ് സംഭവിക്കും പാർട്ടി ഡാൻസിന് ഞങ്ങൾ എല്ലാവരും ചേർന്ന് റിഹേഴ്സൽ ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ പിറ്റേ സമയത്ത് ചേച്ചി എന്താ പറയുക, ചേച്ചി ഡാൻസിനൊന്നും ഇല്ല എന്നോട് പറഞ്ഞാണ്. ഞാൻ റിഹേഴ്സൽ ചെയ്തിട്ട് എന്നെ മാറ്റിയതാണ്. അന്ന് ഞാൻ പറഞ്ഞാണ് ഞാൻ നിർത്തണം വേണം അന്ന് ഞാൻ താമസിക്കുന്നത് എന്നെ പിടിച്ചിട്ട് ഈ പാട്ട് പാടിപ്പിക്കും. അപ്പം മാക്സിമം വൾഗറാക്കി എവിടെ വയ്ക്കാൻ പറ്റുമോ അങ്ങനെ അത് കഴിഞ്ഞ ഷെഡ്യൂളിൽ കഴിഞ്ഞിട്ട് ചെന്നിട്ട് എന്നെ ഫോൺ വിളിച്ച് പറയുന്നതാണ്, ചേച്ചി എനിക്ക് ഫസ്റ്റ് പ്രൈസ് നേടണം, അതിന് ചേച്ചി ഒരു തടസ്സമാണ്. അറിയാമോ, ഇതൊക്കെ സംഭവിച്ചതാണ്. ഇതൊക്കെ അതാണ് ഷൂട്ട് ചെയ്യരുത്. ഇതൊക്കെ വീഡിയോയിൽ വന്ന് ഷൂട്ട് ചെയ്യരുത് പ്ലീസ്.